ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു ചാള മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചാള അല്ലെങ്കിൽ മത്തി എന്നൊക്കെ ഇതിനെ പറയും. അപ്പോൾ ഞാനിന്ന് ചേമ്പും ചക്കക്കുരും ഇട്ടിട്ടാണ് ഈ മത്തിക്കറി വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ വെച്ച് നോക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻസൊക്കെ പറയണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചാള ചേമ്പും ചക്കക്കുരും ഒക്കെ ഇട്ട് വെക്കാനായിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് ഒരു മൺചട്ടിയിലേക്ക് ഞാൻ കഴുകി കഷ്ണങ്ങളാക്കിയ വൃത്തിയാക്കിയിട്ടുള്ള ചേമ്പും ചക്കക്കുരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 ചേമ്പിൻ്റെ കഷ്ണവും കുറച്ച് ചക്കക്കുരുവാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി നീളനെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 6 ചെറിയ ഉള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇത് മുങ്ങി കിടക്കണ വിധത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഈ കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചേമ്പും ചക്കക്കുരും ഒക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ തേങ്ങയുടെ കഷ്ണങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1.5 പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മഷി പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ചേമ്പ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് മത്തി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ചാളയൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പുളി പിഴിഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ച് ഈ മീനൊന്ന് വേവണ വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. 2 ആവി വന്നു കഴിഞ്ഞാൽ മതി, ചാളയൊക്കെ പെട്ടെന്ന് വേവും. ഇപ്പോൾ മീനൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ചാറൊക്കെ ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ചാറ് കുറുകേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഗ്രേവിയുടെ തിക്നെസ് തീരുമാനിക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് തുറന്ന് വെച്ച് ഗ്രേവി തിക്കാക്കി എടുത്താൽ മതി. ഇനി ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് ചെറിയ ഉള്ളി മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഉള്ളി മൂപ്പിച്ചത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ തീയൊക്കെ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറി വരുമ്പോൾ ഇത് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ മത്തി ചക്കക്കുരും ചേമ്പൂട്ട് വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ മത്തിക്കറി കൂട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.